ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൽക്കട്ട. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. സിദ്ധുവിന്റെയും കാനുവിന്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? ഉത്തരം 2002. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ആചാര്യ കൃപലാനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം സൂററ്റ്. 1857 കലാപത്തെ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവർ നയിച്ചത് എവിടെയാണ്? ഉത്തരം കാൺപൂർ. നീലം കർഷക കലാപം ആരംഭിച്ച വർഷം? ഉത്തരം 1859. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരായിരുന്നു? ഉത്തരം ജോർജ് ഹാമിൽട്ടൺ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം VP മേനോൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1858. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഉത്തരം പോണ്ടിച്ചേരി. പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1904. ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഉത്തരം ഡഫറിൻ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ലക്നൗ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന ധീരനായ മലയാളി ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നായിരുന്നു? ഉത്തരം 1664. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഫൈസാബാദിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ചുവടെ പറയുന്നവയിൽ ആരാണ്?
ഉത്തരം മൗലവി അഹമ്മദുള്ള. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം ജോസഫ് നോയൽ പേറ്റൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റി? ഉത്തരം ക്രെബ്സ് മിഷൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ വേവൽ പ്രഭുവിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജ്യോതിബ ഫുലെ. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സംഭവം? ഉത്തരം റൗലറ്റ് ആക്ടിന് എതിരെയുള്ള പ്രതിഷേധം. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി സർ വില്യം ഹണ്ടർ ചെയർമാനായുള്ള കമ്മീഷൻ രൂപവൽക്കരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1882. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജ്യോതിറാവ് ഫുലെ. കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശി ആരാണ്? ഉത്തരം ജോർജ് യൂൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിസ്സഹരണ സമരം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം? ഉത്തരം 1867. താഴെ പറയുന്നവരിൽ കോൺഗ്രസിലെ തീവ്ര ദേശീയവാദത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഫിറോസ് ഷാ മേത്ത. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ ആശയം പ്രചരിപ്പിച്ച പത്രം? ഉത്തരം ഹരിജൻ. 2 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ്? ഉത്തരം വില്യം വെഡർബേൺ. കോൺഗ്രസിനെ സമാധാനപരമായ അന്ത്യത്തിലേക്ക് നയിക്കുകയാണ് എന്റെ ലക്ഷ്യം. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം കഴ്സൺ പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? ഉത്തരം 1773 റെഗുലേറ്റിംഗ് നിയമം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് കുറുക്കിയത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 6.
റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഉത്തം സിംഗ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം? ഉത്തരം സത്താറ. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ 1928 നടത്തിയ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബർദോളി സമരം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? ഉത്തരം ന്യൂഡൽഹി. ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ സമരത്തിൽ മുഴകിയ ഈ മുദ്രാവാക്യം ആരുടേതായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ഉത്തരം തേജ് ബഹദൂർ സപ്രു. ഗോഖലെയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി. ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഹൈദരാബാദ്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരം ആയിരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം താഴെ പറയുന്നവയിൽ ആരാണ്? ഉത്തരം KM പണിക്കർ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. താഴെ പറയുന്നവയിൽ ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ നടക്കാത്ത സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മൂന്നാം വട്ടമേശ സമ്മേളനം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗദർ പാർട്ടി രൂപം കൊണ്ട വർഷം?
ഉത്തരം 1913. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ബാലഗംഗാധര തിലക്. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരികെ നൽകാൻ ഇടയായ സംഭവം ഏതാണ്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ലെൻ ലിത്ഗോ പ്രഭു ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച വർഷം ഏതാണ്? ഉത്തരം 1940. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ജർമ്മനി. ഭരണാധികാര അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഗാന്ധിജി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഏത് സംഭവത്തിന് മുന്നോടിയായാണ്? ഉത്തരം നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം? ഉത്തരം ജുനഗഡ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി DE വാച്ച. ലക്നൗ സന്ധി ഒപ്പുവെച്ച വർഷം? ഉത്തരം 1916. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം നാനാ സാഹിബ്. സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷന് നിയമിച്ച വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചെംസ്ഫോർഡ്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ ഭഗത് സിംഗ് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം നൗജവാൻ ഭാരത് സഭ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളുടെ പേര് കാലഗണനാ ക്രമത്തിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സത്താറ, ജയ്പൂർ, ഝാൻസി, ഔധ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1793. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ INC സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ജയ്പൂർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിസ്സഹരണ സമരം. യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്?
ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുന്നതിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ വിദേശ ശക്തി ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1942. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ പരിണത ഫലമാണ് 1857 കലാപം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ഔട്ട്രം. ഭാരത കോകിലം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം സരോജിനി നായിഡു. താഴെ പറയുന്നവയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. സ്വതന്ത്ര ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഉത്തരം RK ഷൺമുഖം ചെട്ടി. തുടർച്ചയായ 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ റാഷ് ബിഹാരി ഘോഷ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സായുധ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന വനിത ആരാണ്? ഉത്തരം കൽപ്പന ദത്ത. പത്രപ്രവർത്തനം സംബന്ധിച്ച ആദ്യ പുസ്തകമായ വൃത്താന്ത പത്രപ്രവർത്തനം എഴുതിയത് ആരാണ്? ഉത്തരം K രാമകൃഷ്ണ പിള്ള. പ്രാദേശിക ഭാഷ പത്ര നിയമം പിൻവലിച്ചത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. 1857 കലാപത്തെ സംസ്കാരമുള്ളവരും സംസ്കാരമില്ലാത്തവരും തമ്മിലുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി TR ഹോംസ്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഖേദ സത്യാഗ്രഹം. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഉത്തരം ബോംബെ യൂണിവേഴ്സിറ്റി. INCയുടെ 2ാം സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. രാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പാഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. 1956 നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 14. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? ഉത്തരം 1931 മാർച്ച് 23. വേദ സമാജം സ്ഥാപിതമായ നഗരം ഏതാണ്?
ഉത്തരം മദ്രാസ്. സി ശങ്കരൻ നായർ അധ്യക്ഷനായ അമരാവതി സമ്മേളനം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1897. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1911. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം ആർ ബാലാജി റാവു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? ഉത്തരം 1931. ജയപ്രകാശ് നാരായൺ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1976. കോൺഗ്രസ് അധ്യക്ഷ പദം അലങ്കരിച്ച രണ്ടാമത്തെ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു. 1882 പശു സംരക്ഷണത്തിനായി ഗോരക്ഷിണി സംഘടന ആരംഭിച്ചത് ആരാണ്? ഉത്തരം ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ലാഹോർ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം BN ഥാർ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ജോൺ നിക്കോൾസൺ. ആനി ബെസന്റ് INCയുടെ അധ്യക്ഷയായ വർഷം ഏതാണ്? ഉത്തരം 1917. ജയപ്രകാശ് നാരായണൻ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപിച്ച വർഷം? ഉത്തരം 1976. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം കോൺവാലിസ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. റിച്ചാർഡ് വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടം ഏതാണ്? ഉത്തരം 1798 മുതൽ 1805 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത് എന്നായിരുന്നു? ഉത്തരം 1915 ജനുവരി 9. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം മേയോ പ്രഭു. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്?
ഉത്തരം മദർ തെരേസ. ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം? ഉത്തരം 1860. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം സി ജീന രാജദാസ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? ഉത്തരം 1932. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിൽ? ഉത്തരം അഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം? ഉത്തരം 1942. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദി ഏതാണ്? ഉത്തരം ലാഹോർ. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധിജി. ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പർട്ടേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഗാന്ധിജി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1950 മാർച്ച് 15. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നായിരുന്നു? ഉത്തരം 1940 ജൂലൈ 31. എന്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1918. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം? ഉത്തരം 1868. താഴെ പറയുന്നവയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജാതി, വർഗം, നിറം, ദേശവ്യത്യാസമില്ലാതെ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ആശയം. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു.
ബോംബെ ക്രോണിക്കിൾ എന്ന ഇംഗ്ലീഷ് പത്രം ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1910. ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം പണ്ഡിത രമാഭായ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം സത്താറ. താഴെ പറയുന്നവയിൽ ഏത് നിയമത്തെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. കാക്കൂരി ട്രെയിൻ കവർച്ച നടന്ന വർഷം? ഉത്തരം 1925. പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഹ്യൂഗ് റോസ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 9. വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ഉത്തരം വീരേശലിംഗം. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം? ഉത്തരം 1919 ഏപ്രിൽ 6. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ്? ഉത്തരം ക്ലമൻ അറ്റ്ലി. മഹാത്മാഗാന്ധി നിയമബിരുദം നേടിയത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ സമ്മേളനം? ഉത്തരം 1920 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വനനയം നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1894. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ ആരാണ്? ഉത്തരം BR അംബേദ്കർ. ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആയുധ നിയമം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ലിട്ടൺ പ്രഭു. 1857 കലാപം ഝാൻസിയിൽ അടിച്ചമർത്തിയത് ആരാണ്? ഉത്തരം ഹ്യൂഗ് റോസ്. സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? ഉത്തരം നാവിക കലാപം. 1857 വിപ്ലവത്തിൽ ലിയാഖത്ത് അലി എവിടെയാണ് നേതൃത്വം നൽകിയത്? ഉത്തരം അലഹബാദ്. ഗദ്ദാർ പാർട്ടിയുടെ രൂപീകരണത്തിൽ പങ്കാളിയായ വ്യക്തി ആരാണ്? ഉത്തരം ലാല ഹർദയാൽ. 1857 കലാപം അറിയപ്പെടുന്ന പേര്? ഉത്തരം ശിപ്പായി ലഹള. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ബിർസ മുണ്ട. ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രക്കിടെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ച വർഷം ഏതാണ്? ഉത്തരം 1909. 1857 കലാപത്തിന് ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കൻവർ സിംഗ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. മംഗൽ പാണ്ഡെ അഡ്ജുട്ടന്റ് ബോഗനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു? ഉത്തരം 1857 മാർച്ച് 29. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് എത്ര വർഷമായിരുന്നു? ഉത്തരം 463 വർഷം. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം അറിയപ്പെടുന്നത്? ഉത്തരം 1919 മുതൽ 1947 വരെ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഉത്തരം ഓഗസ്റ്റ് 7. ദി എവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം പട്ടാഭി സീതാരാമയ്യ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ഉത്തരം ഹർഡിഞ്ച് രണ്ടാമൻ.
മിന്റോ മോർലി ഭരണ പരിഷ്കാരം നിലവിൽ വരുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ചാൾസ് മെറ്റ്കാഫ്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായാണ്? ഉത്തരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ആനന്ദ മോഹൻ ബോസ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ശ്യാംജി കൃഷ്ണവർമ്മ. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം MN റോയ്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം പട്ടാഭി സീതാരാമയ്യ. ഏത് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഗാന്ധിജി വൈസ്രോയിയോട് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? ഞാൻ മുട്ടക്കുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഉത്തരം നിയമലംഘന പ്രസ്ഥാനം. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1918. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് നിയമത്തിന് എതിരായ സമരമാണ് പഞ്ചാബിൽ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവർ നയിച്ചത്? ഉത്തരം റൗലറ്റ് നിയമം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി.